സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂട്ടൻ്റെ തേർഡ് ലാ ആണ്. പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ സെക്കൻഡ് ലായും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ലാ, സെക്കൻഡ് ലാ എന്നിവ കഴിഞ്ഞു. അടുത്തത് തേർഡ് ലാ. തേർഡ് ലാ നമ്മൾ മുൻ ക്ലാസ്സുകൾ, അതായത് 8ാം ക്ലാസ്സിലും മറ്റും പഠിച്ചിട്ടുള്ളതാണ്. തേർഡ് ലാ എല്ലാവർക്കും ഫെമിലിയർ ആണ്. അതായത് ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഫോർ എവരി ആക്ഷൻ there is an equal and opposite reaction. ഓപ്പോസിറ്റ് എന്ന് കാണിക്കാൻ വേണ്ടി ഞാനിവിടെ നെഗറ്റീവ് സൈൻ ചേർക്കാം. ഇതാണ് ന്യൂട്ടൻ്റെ തേർഡ് ലായുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ടേബിളിൽ ഒരു ബുക്ക് വെച്ചേക്കാണ്, അതായത് ബുക്ക്. അപ്പോൾ ഈ ടേബിളിൽ ഇതേപോലെ ഒരു ബുക്ക് വയ്ക്കുന്നു. ഈ ബുക്ക് ടേബിളിൻ്റെ പുറത്തേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ ബുക്ക് കൊടുക്കുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് ആക്ഷൻ. സപ്പോസ് തിരിച്ച് ഈ ബുക്ക് ഇവിടെ തന്നെ ഇരിക്കാനുള്ള കാരണം ടേബിൾ തിരിച്ച് അതിനെ മുകളിലേക്ക് തള്ളുന്നതുകൊണ്ടാണ്. അതിനെ നമ്മൾ പറയും റിയാക്ഷൻ. തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കിട്ടുന്ന ഫോഴ്സ്. അപ്പോൾ താഴേക്കുള്ളത് ആക്ഷൻ ആണെങ്കിൽ മുകളിലേക്ക് തിരിച്ച് കിട്ടുന്നത് റിയാക്ഷൻ. അവ രണ്ടും ഈക്വലാണ്. അതുകൊണ്ടാണ് ഈ ബുക്ക് ഇവിടെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അവ രണ്ടും ഈക്വലും ആയിരിക്കും. ഇനി ഒന്ന് താഴേക്കാണ് കൊടുക്കുന്നത്, മറ്റൊന്ന് മുകളിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും ഡയറക്ഷൻ എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഇതാണ് ന്യൂട്ടൻ്റെ തേർഡ് ലാ. അപ്പോൾ ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ക്ലിയർ? ഇനി നമ്മൾ തറയിൽ കൂടെ നടക്കുന്നു. തറയിൽ നടക്കുന്ന സമയത്ത് നമ്മൾ തറയിൽ ഒരു ഫോഴ്സ് കൊടുക്കും കാലുപയോഗിച്ച്. ആ കൊടുക്കുന്ന ഫോഴ്സ് ആക്ഷൻ ആണെന്നിരിക്കട്ടെ, എങ്കിൽ തിരിച്ച് തറ നമ്മുടെ കാലുകളിലേക്ക് മുകളിലേക്കൊരു ഫോഴ്സ് നൽകുന്നു. അത് റിയാക്ഷനാണ്. ഇവിടെയും ന്യൂട്ടൻ്റെ തേർഡ് ലായാണ് അപ്ലൈ ചെയ്യുന്നത്. തറയിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് ആക്ഷൻ ആണെങ്കിൽ തിരിച്ച് മുകളിലേക്ക് കിട്ടുന്ന ഫോഴ്സ് റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ അവ രണ്ടും എപ്പോഴും എങ്ങനെയായിരിക്കും? ഈക്വലും ആയിരിക്കും, ഓപ്പോസിറ്റും ആയിരിക്കും. ഇതാണ് ന്യൂട്ടൻ്റെ തേർഡ് ലാ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ന്യൂട്ടൻ്റെ തേർഡ് ലാ സെക്കൻഡ് ലായിൽ നിന്ന് ഡെഡ്യൂസ് ചെയ്യണം, ഡിറൈവ് ചെയ്യണം. ഡിഡക്ഷൻ ഓഫ് തേർഡ് ലാ. ഡിഡക്ഷൻ ഓഫ് തേർഡ് ലാ ഫ്രം സെക്കൻഡ് ലാ. അതായത് സെക്കൻഡ് ലായിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ന്യൂട്ടൻ്റെ തേർഡ് ലാ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ രണ്ട് ബോഡീസ് കൺസിഡർ ചെയ്യണം. ഒന്നാമത്തെ ബോഡി സപ്പോസ് എ, മറ്റൊരു ബോഡി ബി. ക്ലിയർ? രണ്ട് ബോഡീസ്. ഈ രണ്ട് ബോഡികളും തമ്മിൽ കൊളൈഡ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. കൊളൈഡ് ചെയ്യാന്ന് വെച്ചാൽ കൂട്ടിമുട്ടുക. എ ചെന്ന് ബിയിലിടിക്കുകയോ അല്ലെങ്കിൽ ബി ചെന്ന് എയിലിടിക്കുകയോ ചെയ്യുന്നു. എയും ബിയും തമ്മിൽ എന്ത് ചെയ്യുന്നു? കൂട്ടിമുട്ടുന്നു. ഇങ്ങനെ കൂട്ടിമുട്ടുന്ന സമയത്ത് എ ബിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. സപ്പോസ് എ ബിയിൽ കൊടുത്ത ഫോഴ്സാണ് F1. ഫസ്റ്റ് ബോഡി രണ്ടാമത്തേൽ കൊടുത്ത ഫോഴ്സ് F1 ആണെന്നിരിക്കട്ടെ. തിരിച്ച് ബി എയിൽ കൊടുത്ത ഫോഴ്സ് F2. ക്ലിയർ? ഇപ്പോൾ രണ്ട് ബോഡീസ് ഉണ്ട്, എയും ബിയും. എ ബിയിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നു, ആ ഫോഴ്സ് F1. തിരിച്ച് ന്യൂട്ടൻ്റെ തേർഡ് ലാ അനുസരിച്ച് നമുക്കറിയാം ബി എന്ത് ചെയ്യും? എയിൽ ഒരു ഫോഴ്സ് കൊടുക്കും, അത് F2 ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഈ കൊളിഷൻ എടുക്കുന്ന സമയം അല്ലെങ്കിൽ ഈ ഫോഴ്സ് എല്ലാം സംഭവിക്കാൻ ഒന്ന് ഇതിൽ കൊടുത്തത് ബിയിൽ കൊടുത്തതും തിരിച്ച് ബി എയിൽ കൊടുത്തതും അതിനാവശ്യമായ സമയം സപ്പോസ് Δt ആണെന്നിരിക്കട്ടെ. Δt സമയം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. എങ്കിൽ നമുക്കറിയാം ന്യൂട്ടൻ്റെ സെക്കൻഡ് ലാ അനുസരിച്ച് F1ൻ്റെ ഇക്വേഷൻ, അതായത് എ ബിയിൽ കൊടുത്ത ഫോഴ്സ് F1. ഇപ്പോൾ ഫോഴ്സ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഫോഴ്സിൻ്റെ ജനറൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് ഈസ് ഈക്വൽ ടു വാട്ട്? ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ടൈം ആണ്. അതായത് ഇക്വേഷൻ ഇതാണ്, m/v-u/t. m/v-u/t അല്ലെങ്കിൽ F ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ച ഇക്വേഷൻ F ഈസ് ഈക്വൽ ടു ma. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിന് ഇക്വേഷൻ എഴുതണം.
So change in momentum P, suppose change in momentum is equal to ഈ ടിയെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ പോരെ. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ മൊമെൻറ്റം മാത്രമാവും. സോ ടി ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തൊരു ഇക്വേഷൻ, ഫോഴ്സ് ഇൻ ടു ടൈം എന്നായി മാറി ഇക്വേഷൻ. സോ ഇതാണ് ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ. ചേഞ്ച് ഇൻ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു ടൈം. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? ചേഞ്ച് ഇൻ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു ടൈം ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ബോഡിക്കും ചേഞ്ച് ഇൻ മൊമെൻറ്റം സംഭവിക്കും. കാരണം എ ബിയിലൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, തിരിച്ച് ബി എക്കും ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഈ എ എന്ന് പറയുന്ന ബോഡി ബിയിൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ അവന് കിട്ടുന്ന ഫോഴ്സ് എത്രയാണ്? F1. ക്ലിയർ? ബിക്ക് കിട്ടുന്ന ഫോഴ്സ് എത്രയാണ്? F1. അപ്പോൾ നമ്മൾ എഴുതി ചേഞ്ച് ഇൻ ലീനിയർ മൊമെൻറ്റം. ചേഞ്ച് ഇൻ ലീനിയർ മൊമെൻറ്റം ഓഫ് ബി ഇസ് ഈക്വൽ ടു അതിന് കിട്ടിയ ഫോഴ്സ് എത്ര? F1 ഇൻറ്റു അതിനെടുത്ത സമയം. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ രണ്ട് കൊളീഷനും അല്ലെങ്കിൽ ഈ രണ്ട് ഫോഴ്സും കിട്ടാൻ വേണ്ടി അവിടെയുള്ള സമയം ടൈം ഇൻ്റർവൽ ഡെൽറ്റ ടി ആയിട്ടാണ് നമ്മൾ നേരത്തെ അസ്യൂം ചെയ്തത്. സോ F1 ഇൻറ്റു ഡെൽറ്റ ടി. ക്ലിയർ? അപ്പോൾ ചേഞ്ച് ഇൻ ലീനിയർ മൊമെൻറ്റം ഓഫ് ബി ഈസ് ഈക്വൽ ടു F1 ഇൻറ്റു ഡെൽറ്റ ടി. സിമിലർലി ചേഞ്ച് ഇൻ ലീനിയർ മൊമെൻറ്റം ഓഫ് എ ഈസ് ഈക്വൽ ടു എയ്ക്കുണ്ടാകുന്ന ലീനിയർ മൊമെൻറ്റത്തിലുള്ള ചേഞ്ച് ഈസ് ഈക്വൽ ടു അതിന് കിട്ടിയ ഫോഴ്സ് ഇൻറ്റു അവിടെയുള്ള സമയം. അതിന് കിട്ടിയ ഫോഴ്സ് എത്രയാണ്? F2. സോ F2 ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂട്ടൻ്റെ തേർഡ് ലായുടെ ഡിഡക്ഷനാണ്. അതായത് ന്യൂട്ടൻ്റെ തേർഡ് ലായിലേക്ക് എത്തുകയാണ്. എവിടെ നിന്ന്? സെക്കൻഡ് ലായിൽ നിന്ന്. അതിനുവേണ്ടി നമ്മൾ രണ്ട് ബോഡികൾ കൺസിഡർ ചെയ്തു, എയും ബിയും. അവ രണ്ടും കൊളൈഡ് ചെയ്യാൻ അനുവദിക്കുകയാണ്, കൂട്ടിമുട്ടാൻ അനുവദിക്കുന്നു. കൂട്ടിമുട്ടുന്ന സന്ദർഭത്തിൽ എ എന്ന് പറയുന്ന ബോഡി ബിയിലൊരു ഫോഴ്സ് കൊടുക്കും, തിരിച്ച് ന്യൂട്ടൻ്റെ തേർഡ് ലാ അനുസരിച്ച് ബി എന്ത് ചെയ്യുന്നുണ്ട്? എയിലൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആക്ഷനും ഉണ്ട് റിയാക്ഷനും ഉണ്ട്. എനിവേ എ ബിക്ക് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ബിയുടെ ലീനിയർ മൊമെൻറ്റത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. സോ ചേഞ്ച് ഇൻ ലീനിയർ മൊമെൻറ്റം ഓഫ് ബി ഈസ് ഈക്വൽ ടു ബിക്ക് കിട്ടിയ ഫോഴ്സ് ഇൻറ്റു അവിടെയുള്ള ടൈം. ബിക്ക് കിട്ടിയ ഫോഴ്സ് എത്ര? F1 ഇൻറ്റു അവിടെയുള്ള ടൈം ഡെൽറ്റ ടി. അതേപോലെ ചേഞ്ച് ഇൻ ലീനിയർ മൊമെൻറ്റം ഓഫ് എ ഈസ് ഈക്വൽ ടു എത്ര? F2 ഇൻറ്റു ഡെൽറ്റ ടി. ക്ലിയറാണ്? ഇനി ടോട്ടൽ ചേഞ്ച് ഇൻ ലീനിയർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു രണ്ടും കൂടെ ആഡ് ചെയ്യുക. ടോട്ടൽ ചേഞ്ച് ഇൻ ലീനിയർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു F1 ഡെൽറ്റ ടി പ്ലസ് F2 ഡെൽറ്റ ടി. ക്ലിയറാണ്? ടോട്ടൽ ചേഞ്ച് ഇൻ ലീനിയർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു F1 ഡെൽറ്റ ടി പ്ലസ് F2 ഡെൽറ്റ ടി. ഇനി ന്യൂട്ടൻ്റെ സെക്കൻഡ് ലാ അനുസരിച്ച് ഈക്വേഷൻ നമുക്കറിയാം, F ഈസ് ഈക്വൽ ടു ma. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ ആക്സിലറേഷൻ്റെ വാല്യൂ എത്ര? 0. എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നില്ല എന്ന കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ ആക്സിലറേഷൻ്റെ വാല്യൂ എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. അങ്ങനെ ആക്സിലറേഷൻ്റെ വാല്യൂ 0 ആയിട്ട് മാറുകയാണെങ്കിൽ ടോട്ടൽ ചേഞ്ച് ഇൻ ലീനിയർ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. പറഞ്ഞ കണ്ടീഷൻ മനസ്സിലായോ? ന്യൂട്ടൻ്റെ സെക്കൻഡ് ലാ അനുസരിച്ച് F ഈസ് ഈക്വൽ ടു ma ആണ്. എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ ആക്സിലറേഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. എങ്കിൽ ടോട്ടൽ ചേഞ്ച് ഇൻ ലീനിയർ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 0. എങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം, F1 ഡെൽറ്റ ടി പ്ലസ് F2 ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഈ ഒരു ടൈം, അതായത് പ്ലസിന് ശേഷമുള്ള ഇത്രയും ഭാഗം അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. എങ്കിൽ നമുക്ക് എഴുതാം F1 ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു മൈനസ് F2 ഡെൽറ്റ ടി. ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം? ഒരേപോലുള്ള ടൈമുകൾ ക്യാൻസൽ ചെയ്തു. ഡെൽറ്റ ടി ക്യാൻസൽ ചെയ്തു. ബാക്കി F1 ഇസ് ഈക്വൽ ടു മൈനസ് F2. F1 ഈസ് ഈക്വൽ ടു എന്ന് വേണ്ടി മൈനസ് F2.
F1 അല്ലേ അങ്ങോട്ട് കൊടുത്ത ഫോഴ്സ്, സപ്പോസ് അത് ആക്ഷൻ ആണെന്നിരിക്കട്ടെ, തിരിച്ച് ബി എയിൽ കൊടുത്ത ഫോഴ്സാണ് F2, അത് റിയാക്ഷൻ ആണെന്നിരിക്കട്ടെ. അപ്പോൾ അവ രണ്ടും എങ്ങനെയാണ്? ഈക്വലാണ്. മാത്രമല്ല സൈൻ കണ്ടോ, നെഗറ്റീവ്, അവ ഓപ്പോസിറ്റുമാണ്. അപ്പോൾ F1 ഈസ് ഈക്വൽ ടു മൈനസ് F2 എന്ന് വെച്ചാൽ ആക്ഷൻ ഈസ് ഈക്വൽ ടു റിയാക്ഷൻ. ഇതാണ് ന്യൂട്ടൻ്റെ തേർഡ് ലാ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്? ന്യൂട്ടൻ്റെ സെക്കൻഡ് ലായിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സെക്കൻഡ് ലായിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് എത്തി? തേർഡ് ലായിലേക്ക് എത്തി. ഇതാണ് ന്യൂട്ടൻ്റെ തേർഡ് ലാ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റമാണ്. ലാ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം മലയാളത്തിൽ നമ്മൾ ആക്ക സംരക്ഷണ നിയമം എന്നൊക്കെ പറയും. പഠിച്ചിട്ടുണ്ട്, 9ാം ക്ലാസ്സിലും മറ്റും പഠിച്ചിട്ടുണ്ട്. ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് പറയാം. സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ എ സിസ്റ്റം ഓഫ് സെവറൽ പാർട്ടിക്കിൾസ്, ഇഫ് no external force acts on a system of several particles, the vector sum of linear momentum of the system remains constant. The vector sum of linear momentum of the system remains constant. എന്ന് വെച്ചാൽ ഒരു സിസ്റ്റമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ കെമിസ്ട്രിയിൽ, ഒരു സിസ്റ്റത്തിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ചെയ്യുന്നില്ല എങ്കിൽ, if no external force acts on a system of several particles, the vector sum of linear momentum of the system remains constant. എന്ന് വെച്ചാൽ ഒരു ബാഹ്യബലം പ്രയോഗിക്കപ്പെടുന്നില്ല എങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മൊമെൻറ്റം എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു ബാഹ്യബലം പ്രയോഗിക്കപ്പെടുന്നില്ല എങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മൊമെൻറ്റം എപ്പോഴും എങ്ങനെയായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതാണ് ലാ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം പറയുന്നത്. അപ്പോൾ ഈ സെക്ഷനിൽ നിന്ന് നമുക്ക് കുറച്ച് ആപ്ലിക്കേഷനിൽ നിന്ന് പ്രോബ്ലം ചോദിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കും, പിന്നെ ഇക്വേഷൻ പഠിക്കണം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ടോട്ടൽ മൊമെൻറ്റം എപ്പോഴും എങ്ങനെ ആയിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ലാ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൻ്റെ പ്രൂഫ് പഠിക്കാൻ പോവുകയാണ്. അത് ഏതിൽ നിന്ന്? സെക്കൻഡ് ലായിൽ നിന്ന് എങ്ങനെയാണ് ലാ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പ്രൂവ് ചെയ്യുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മളൊരു ഐസൊലേറ്റഡ് സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു. ആ ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ n പാർട്ടിക്കിൾസ് ഉണ്ടെന്നിരിക്കട്ടെ. സപ്പോസ് എത്ര പാർട്ടിക്കിൾസ്? n പാർട്ടിക്കിൾസ് ഉണ്ട്. ആ n പാർട്ടിക്കിൾസിൻ്റെയും മാസസ്, അപ്പോൾ ഒന്നാമത്തെ പാർട്ടിക്കിളിൻ്റെ മാസ് m1, സിമിലർലി രണ്ടാമത്തെ m2, m3, അങ്ങനെ n പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ mn. അവ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഈ സിസ്റ്റം മൂവ് ചെയ്യാണ്. അപ്പോൾ ഓരോ പാർട്ടിക്കിളും മൂവ് ചെയ്യുന്നുണ്ട്. വെലോസിറ്റി v1, v2, v3 എക്സെട്ര vn. എങ്കിൽ ടോട്ടൽ മൊമെൻറ്റം p ഈസ് ഈക്വൽ ടു, ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മൊമെൻറ്റം p ഈസ് ഈക്വൽ ടു, എല്ലാം കൂടെ ചേരുമ്പോൾ അല്ലേ എല്ലാ പാർട്ടിക്കിൾസും ചേരുന്നതല്ലേ ആ സിസ്റ്റം. സോ ഓരോ പാർട്ടിക്കിളിൻ്റെയും മൊമെൻറ്റം വേണം. സോ m1 v1 പ്ലസ് m2 v2 പ്ലസ് എക്സെട്ര പ്ലസ് mn vn. ക്ലിയർ? അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലാ അനുസരിച്ച് F ഈസ് ഈക്വൽ ടു എന്തുവാ? ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡെൽറ്റ പി, ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ആണ്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലാ അനുസരിച്ച് F ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ആണ്. ഇനി എഫിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ, F ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ, ഇഫ് F ഈസ് ഈക്വൽ ടു 0, ദെൻ നമുക്ക് എഴുതാം ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു എന്ത്? 0. ഓക്കെ, ഇതെവിടെ നിന്നാണ് വന്നേ? സെക്കൻഡ് ലായിൽ നിന്ന് നമ്മൾ എഴുതി. സെക്കൻഡ് ലായിൽ നിന്ന് എഫിൻ്റെ ഇക്വേഷൻ എഴുതി. F ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. എഫിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ, അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എന്നിരിക്കട്ടെ എങ്കിൽ, ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് പി ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇത് ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ്. ഇൻ്റഗ്രേഷൻ നിങ്ങൾ പഠിക്കുക മാത്സിൽ. സോ തൽക്കാലം പഠിക്കുക. ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ എങ്ങനെ? പി ഈസ് എ കോൺസ്റ്റൻറ്റ്. പി കോൺസ്റ്റൻറ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ മൊമെൻറ്റം ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ സെക്കൻഡ് ലായിൽ നിന്ന് നമുക്ക് കിട്ടി ടോട്ടൽ മൊമെൻറ്റം എങ്ങനെ? കോൺസ്റ്റൻറ്റ്.
ടോട്ടൽ മൊമെൻറ്റം ഈസ് എ കോൺസ്റ്റൻ്റ് എന്നല്ലേ ലാ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ലായിൽ നിന്ന് ലാ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൻ്റെ പ്രൂഫാണ് പറഞ്ഞത്. ക്ലിയർ? അപ്പോൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലാ അനുസരിച്ച് എഫ് ഈസിക്കൽ ഇക്വേഷൻ എന്തുവാ? ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ആണ്. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റും അങ്ങനെ പറയുന്നത്, എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മൊമെൻറ്റം എപ്പോഴും എങ്ങനെയായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ എഫിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ദാറ്റ് മീൻസ് പി ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇതാണ് പ്രൂഫ്. ക്ലിയർ? അടുത്ത നമ്മൾ ലാ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൻ്റെ പ്രൂഫ് പഠിക്കാൻ പോവുകയാണ് വീണ്ടും. പക്ഷേ അത് ഏതിൽ നിന്നാണ് പഠിക്കുന്നത്? തേർഡ് ലായിൽ നിന്ന്. ന്യൂട്ടൻ്റെ തേർഡ് ലാ നമുക്കറിയാം, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 2 ബോഡികൾ കൺസിഡർ ചെയ്യുന്നു. സോ ഫസ്റ്റ് വൺ, സപ്പോസ് ഈ ബോഡി മൂവ് ചെയ്യാണ് വിത്ത് എ വെലോസിറ്റി u1, ഇനിഷ്യൽ വെലോസിറ്റി. അപ്പോൾ ഒന്നാമത്തെ ബോഡി ആയതുകൊണ്ട് അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി ഞാൻ എടുത്തു u1. മറ്റൊരു ബോഡി അത് ബി, അതും മൂവ് ചെയ്യാണ് വിത്ത് എ വെലോസിറ്റി u2. അപ്പോൾ എ എന്ന് പറയുന്ന ബോഡി അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി u1 ആണ്. ബി എന്ന് പറയുന്ന ബോഡി അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി u2 ആണ്. ക്ലിയർ? ഒന്നാമത്തെ ബോഡിയുടെ മാസ് സപ്പോസ് m1 ആണെന്നിരിക്കട്ടെ, രണ്ടാമത്തെ ബോഡിയുടെ മാസ് m2. ഈ 2 ബോഡികളും മൂവ് ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിൽ സ്ട്രൈറ്റ് ലൈനിലാണെന്നിരിക്കട്ടെ. ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, സ്ട്രൈറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത്. എങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സംഭവിച്ചു. എ എന്ന് പറയുന്ന ബോഡി ചെന്ന് ബി എന്ന് പറയുന്ന ബോഡിയിൽ കൊളൈഡ് ചെയ്തു. അപ്പോൾ എ ചെന്ന് ബിയിൽ ഇടിച്ചു. കാരണം എന്തായിരിക്കും? ഒന്നുകിൽ ബിയുടെ വേഗത എയുടെ വേഗതയുടെക്കാൾ കുറവായിരിക്കും, അല്ലെങ്കിൽ തിരിച്ച് എയുടെ വേഗത വളരെ കൂടുതലായിരിക്കും. അങ്ങനെ ഈ 2 രീതിയിലും പറയാം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ 2 ബോഡികളും തമ്മിൽ കൊളൈഡ് ചെയ്തു. കൊളൈഡ് ചെയ്ത ശേഷം വീണ്ടും പഴയതുപോലെ അവർ മൂവ് ചെയ്യുകയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതേ ഡിറക്ഷനിൽ അതേ ലൈനിലൊക്കെ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. പക്ഷേ കൊളീഷന് ശേഷം അവയുടെ വെലോസിറ്റിയിൽ വ്യത്യാസം ഉണ്ടായി. എയുടെ വെലോസിറ്റി v1 ആയിട്ട് മാറി, ബിയുടെ വെലോസിറ്റി v2 ആയിട്ട് മാറി. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി u1, എയുടെ ഇനിഷ്യൽ വെലോസിറ്റി u1, ബിയുടെ ഇനിഷ്യൽ വെലോസിറ്റി u2. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ രണ്ടും കൊളൈഡ് ചെയ്തു. കൊളൈഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം അവ രണ്ടും പഴയ പോലെ മൂവ് ചെയ്യാണ്. പക്ഷേ വ്യത്യാസം എയുടെ വെലോസിറ്റിയും ബിയുടെ വെലോസിറ്റിയും ചേഞ്ച് ചെയ്തു. എയുടെ വെലോസിറ്റി v1, ബിയുടെ വെലോസിറ്റി v2. ഓക്കെ, അപ്പോൾ ഇവ തമ്മിൽ കൊളൈഡ് ചെയ്യാൻ എടുത്ത സമയം, ആ കൊളിഷൻ നടന്ന ഒരു സ്മോൾ ഇൻ്റർവൽ ഓഫ് ടൈമിലാണ്. അത് ഡെൽറ്റ ടി ആണ് ആ സമയം എന്നിരിക്കട്ടെ സപ്പോസ്. എങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ഓൺ ബി. എ ബിയിൽ കൊടുത്ത ഫോഴ്സ് അത് F1 ആണെന്നിരിക്കട്ടെ. എ ബിയിലൊരു ഫോഴ്സ് കൊടുത്തു, തിരിച്ചെന്ത് ചെയ്യും? ന്യൂട്ടൻ്റെ തേർഡ് ലാ അനുസരിച്ച് ബി തിരിച്ച് എക്ക് വിട്ട് കൊടുക്കും ഒരു ഫോഴ്സ്. സോ അത് F2 ആണെന്നിരിക്കട്ടെ. 2 ഫോഴ്സുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫോഴ്സിൻ്റെ, അതായത് എ ബിയിൽ കൊടുത്ത ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതാൻ പോവുകയാണ്. F1 ഈസ് ഈക്വൽ ടു എ ബിയിൽ ഒരു ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ ബിയുടെ മൊമെൻറ്റത്തിനാണ് വ്യത്യാസം സംഭവിക്കുക. അപ്പോൾ നമ്മൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലാ അനുസരിച്ച് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്തുവാണ്? ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡിവൈഡഡ് ബൈ ടൈം, ഡെൽറ്റ ടി. ഡെൽറ്റ എടുത്തുകൊണ്ട് ഇവിടെ ഡെൽറ്റ കൊടുത്തു. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് വെച്ചാൽ m ഇൻറ്റു വി മൈനസ് യു ബൈ ടി ആണ് ഇക്വേഷൻ. അപ്പോൾ എ ബിക്ക് ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ ബിക്കാണ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ ബിയുടെ മാസ് എത്രയാണ്? m2 ഇൻറ്റു ഫൈനൽ വെലോസിറ്റി ഓഫ് ബിയുടെ ഫൈനൽ വെലോസിറ്റി എത്ര? v2. ഇവിടെ വി അല്ല ഇക്വേഷൻ, അപ്പോൾ ഫൈനൽ വെലോസിറ്റി ഇവിടെ v2 മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി എത്ര? u2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. കാരണം ടൈം ഡെൽറ്റ ടി അല്ലേ നമ്മൾ എടുത്തേക്കുന്നത്. സോ F1 ഈസ് ഈക്വൽ ടു ഇക്വേഷൻ കിട്ടി m2 ഇൻറ്റു v2 മൈനസ് u2 ബൈ ഡെൽറ്റ ടി. സിമിലാർലി ബി എയിൽ കൊടുക്കുന്ന ഫോഴ്സ്, അതായത് F2 ഈസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാം? ഇതേ മെത്തേഡിൽ ഇത് തന്നെയാണ് ഇക്വേഷൻ, പക്ഷേ m2ന് വരും ആര് വരും? m1 വരും. സോ m1 ഇൻറ്റു v1 മൈനസ് u1 ബൈ ഡെൽറ്റ ടി. ക്ലിയർ ആണ്? ഇനി
തേർഡ് ലാ അനുസരിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആക്ഷനും റിയാക്ഷനും എങ്ങനെയാണ് ഈക്വലുമാണ് ഓപ്പോസിറ്റുമാണ്. ദാറ്റ് ഈസ് F2 ഈസ് ഈക്വൽ നമുക്ക് എങ്ങനെ എഴുതാം F1 എന്ന് എഴുതാം, പക്ഷേ ശ്രദ്ധിക്കണം മൈനസ് കൊടുത്തിരിക്കണം ഓപ്പോസിറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി. സോ F2 ഈസ് ഈക്വൽ എന്ത് കിട്ടി മൈനസ് F1. ഇനി F2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ F2 ഈസ് ഈക്വൽ ടു M1 ഇൻറ്റു V1 മൈനസ് U1 ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു M2 ഇൻറ്റു V1 മൈനസ് M2 ഇൻറ്റു V2 മൈനസ് U2 ബൈ ഡെൽറ്റ ടി. ശ്രദ്ധിക്കണം ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. ക്ലിയർ? F2 ഈസ് ഈക്വൽ ടു മൈനസ് F1 ആണ്. സോ M1 ഇൻറ്റു V1 മൈനസ് U1 ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് M2 ഇൻറ്റു V2 മൈനസ് U2 ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ ടി വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ബാക്കി M1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, M1 V1 മൈനസ് M1 U1 ഈക്വൽ ടു മൈനസ് ഓഫ് M2 കൊണ്ട് അകത്തേക്ക് ഇടുക, M2 V2 ഈ മൈനസ് അകത്തേക്ക് ചെല്ലുമ്പോൾ പ്ലസ് ആവും ഇവിടെ. സോ പ്ലസ് M2 U2. ക്ലിയർ ആണ്? അപ്പോൾ M1 V1 മൈനസ് M1 U1 ഈസ് ഈക്വൽ ടു മൈനസ് M2 V2 പ്ലസ് M2 U2. സോ നമ്മൾ V വരുന്ന ടേം എല്ലാം ഒരു സൈഡിലേക്കും U വരുന്ന ടേം എല്ലാം മറ്റൊരു സൈഡിലേക്ക് മാറ്റുക. സോ നമുക്ക് കിട്ടി M1 V1 ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് ആവും. സോ പ്ലസ് M2 V2 ഈക്വൽ ടു M1 ഈ മൈനസ് M1 U1 അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആവും. സോ M1 U1 പ്ലസ് M2 U2. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം M1 V1 പ്ലസ് M2 V2 M1 V1 പ്ലസ് M2 V2 എന്ന് വെച്ചാൽ കൊളീഷന് ശേഷമുള്ള ഈ രണ്ട് ബോഡികളുടെയും ടോട്ടൽ മൊമെൻറ്റമാണ്. ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ ഇസ് ഈക്വൽ ടു M1 U1 പ്ലസ് M2 U2 എന്ന് വെച്ചാൽ ഈ രണ്ട് ബോഡികളുടെയും ടോട്ടൽ മൊമെൻറ്റമാണ്. അതായത് കൊളീഷന് മുമ്പുള്ള രണ്ട് ബോഡികളുടെയും ടോട്ടൽ മൊമെൻറ്റം, അതായത് ബിഫോർ കൊളീഷൻ. ക്ലിയർ? അപ്പം ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ. അതായത് കൊളീഷന് മുമ്പുള്ള മൊമെൻറ്റവും കൊളീഷന് ശേഷമുള്ള മൊമെൻറ്റവും എപ്പോഴും എങ്ങനെയായിരിക്കും ഈക്വൽ ആയിരിക്കും. അതായത് ടോട്ടൽ മൊമെൻറ്റം ഈസ് എ കോൺസ്റ്റൻറ്റ്. ക്ലിയർ? ടോട്ടൽ മൊമെൻറ്റം എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നല്ലേ ലാ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പറയുന്നത്. അപ്പം ന്യൂട്ടൻ്റെ തേർഡ് ലായിൽ നിന്ന് ടോട്ടൽ മൊമെൻറ്റം ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന് കിട്ടി. ഇതാണ് പ്രൂഫ്. ക്ലിയർ ആയോ?